السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. صدق الله العظيم. قال النبي صلى الله عليه وسلم: أنا آخر الأنبياء وأنتم آخر الأمم، أو كما قال عليه الصلاة والسلام. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് ഉടനെ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ മുഴുവൻ ഇബാദത്തുകൾ, നോമ്പുകൾ, നമസ്കാരങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ദീനിനെ കുറിച്ച് പഠിക്കുന്നതിന്, കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ കാണിക്കുന്നതായ ഉത്സാഹവും ആവേശവും ആഗ്രഹവും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. പറയുന്നതിലുപരി, കേൾക്കുന്നതിലുപരി ഉൾക്കൊള്ളുവാൻ, ജീവിതത്തിൽ കൊണ്ടുവരുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, ഈമാൻ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, കിതാബുകളെക്കുറിച്ചുള്ള വിശ്വാസം, മലക്കുകളെക്കുറിച്ചുള്ള വിശ്വാസം. നാലാമതായി ഒരു മുഅ്മിൻ വിശ്വസിക്കേണ്ടത് പ്രവാചകന്മാരിലുള്ള വിശ്വാസം. അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. പ്രവാചകന്മാർ മാസൂമുകളാണ്. പ്രവാചകന്മാർക്ക് അല്ലാഹു മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. പ്രവാചകന്മാരെ അല്ലാഹു തന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ് പ്രവാചകന്മാർ. ഇങ്ങനെ കുറച്ച് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിശ്വാസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് എന്തൊക്കെ അധ്യാപനങ്ങൾ, സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ അതിനെ പൂർണ്ണമായും ഒരു ഹർഫ് പോലും അതിൽ നിന്ന് വ്യത്യാസം വരുത്താത്ത രീതിയിൽ പൂർണ്ണമായും പ്രവാചകന്മാർ ആ സന്ദേശങ്ങളെ ഉമ്മത്തിന് എത്തിച്ചു നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സന്ദേശങ്ങൾ എത്തിച്ചു തരുന്ന വിഷയത്തിൽ വഞ്ചനയോ ചതിയോ കളവോ ഒന്നും പ്രവാചകന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. പ്രവാചകന്മാർ അവരുടെ ദൗത്യത്തെ പൂർത്തിയാക്കുന്ന വിഷയത്തിൽ ഒരു മഖ്ലൂക്കിനെയും ഭയപ്പെടുകയില്ല. ഞാനിത് പറഞ്ഞാൽ ഉമ്മത്ത് എന്ത് വിചാരിക്കും, സമുദായം അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, അതെങ്ങനെ അവർ ഉൾക്കൊള്ളും, ഇതിൻ്റെ പേരിൽ അവരെന്നെ ഉപദ്രവിച്ചേക്കുമോ, അവരെന്നെ കൊല്ലുമോ എന്ന് വിചാരിച്ച് എന്തെങ്കിലും കാര്യത്തെ മറച്ചു വെക്കാമെന്ന് വിചാരിക്കുന്നോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. പൂർണ്ണമായും അവർ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ആ മുഴുവൻ സന്ദേശങ്ങളെയും ഉമ്മത്തിന് എത്തിച്ചു നൽകിയിട്ടുണ്ട്. കിത്മാൻ, മറച്ചു വെക്കുക, ഈ ഒരു സ്വഭാവം പ്രവാചകന്മാരിൽ ഇല്ല. അങ്ങനെ പ്രവാചകന്മാർ എന്തിനെങ്കിലുമൊക്കെ മറച്ചു വെച്ചുവെന്നോ, അല്ലെങ്കിൽ ഇത് പ്രവാചകന്മാർ പറഞ്ഞില്ല, അതിനെ ഒഴിവാക്കി എന്നൊക്കെ വിചാരിച്ചു പോയാൽ, ചിന്തിച്ചു പോയാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു വിഷയം, പ്രവാചകന്മാർ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പദവി നൽകി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ പദവിയിൽ നിന്നും അവരെ ഒഴിവാക്കുകയില്ല, സ്ഥാനഭ്രഷ്ടരാക്കുകയില്ല. അവൻ അതിൽ നിന്ന് റിട്ടയർഡായി പോവുക, അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവില്ല.
ഒരാൾ ഒരു പദവിയിൽ നിന്ന് റിട്ടയർഡ് ആവുന്നത് എപ്പോഴാണ്? ഇനി അവനക്ക് ആ ജോലി ചെയ്യാനുള്ള യോഗ്യതയില്ല, അല്ലെങ്കിൽ ഇനി അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഒരാളെ ഒരു പദവിയിൽ നിന്ന് മാറ്റുന്നത്. ഒന്ന് വയസ്സായി, പ്രായമായി, ഇനി അവനക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അയാൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റും. ഇനി നിങ്ങൾ വീട്ടിൽ ഇരുന്നു എന്ന് പറയും. അതല്ല എങ്കിൽ അയാൾ ആ ജോലിയിൽ, ആ ഉത്തരവാദിത്വത്തിൽ എന്തെങ്കിലുമൊക്കെ വഞ്ചന കാണിച്ചു, ചതി കാണിച്ചു, അപ്പൊ നീ ഇനി യോഗ്യതയിൽ ഈ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയുള്ളവനല്ല, പൊക്കോ എന്ന് പറഞ്ഞവനെ പുറത്താക്കും. ഇങ്ങനെയാണ് സാധാരണ ഒരു സ്ഥാനത്ത് നിന്ന് ഒരാളെ മാറ്റുന്നത്. എന്നാൽ നുബുവത്തിന്റെ വിഷയത്തിൽ, റിസാലത്തിന്റെ വിഷയത്തിൽ ഒരാൾക്ക് അള്ളാഹു നുബുവത്ത് റിസാലത്ത് നൽകിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റുകയില്ല. അവര് ജീവിച്ചിരിക്കുമ്പോഴും നബി തന്നെയാണ്, മരണപ്പെട്ട് കഴിഞ്ഞാലും അവർ ആ നബിയുടെ സ്ഥാനത്തിൽ തന്നെ, പദവിയിൽ തന്നെ ആയിരിക്കും. എന്തുകൊണ്ട്? അള്ളാഹുവാണ് തിരഞ്ഞെടുത്തത്. ഭാവിയിൽ ഇവർ ഈ പണിക്ക് അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്വത്തിൽ യോഗ്യത ഉള്ളവരായിരിക്കുമോ ഇല്ലേ എന്നുള്ളത് നേരത്തെ തന്നെ അള്ളാഹുവിനറിയാം. ആ രീതിയിൽ കണക്ക് കൂട്ടി, വരും കാലത്തേക്കും കണക്ക് കൂട്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നാളെ ഇദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം പ്രവാചകന്മാരുടെ വിഷയത്തിൽ ഉണ്ടാവൂല. എന്നാൽ അവരുടെ ഡ്യൂട്ടി ടൈം അവസാനിച്ചേക്കാം. ഓരോ പ്രവാചകന്മാരെ ഓരോ നാട്ടിലേക്ക് ഓരോ ഉത്തരവാദിത്വമായിട്ട് അയക്കും. അവരുടെ ആ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഡ്യൂട്ടി തീർന്നു. പക്ഷെ അപ്പോഴും അവരാര് തന്നെയാണ്? നബിമാർ തന്നെയാണ്. നുബുവത്ത് എന്ന പദവി അവരിൽ അവസാനം വരെയും ഉണ്ടാകും. അതിൽ നിന്നും അവരെ പിന്നെ ഒഴിവാക്കി വിടൂല. അതിനൊരു ഉദാഹരണമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഡ്യൂട്ടി, ദഅവത്ത് എന്ന ഡ്യൂട്ടി ബനി ഇസ്രായേലിലാണ്. ബനി ഇസ്രായേൽ എന്ന സമുദായത്തിന്റെ അവസാന പ്രവാചകനായിട്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. അള്ളാഹുവിന്റെ ചില ഹിക്മത്തുകളുടെ അടിസ്ഥാനത്തിൽ ഈസാ നബി കുറെ നാൾ അവിടെ ദഅവത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം അദ്ദേഹത്തെ ആകാശത്തേക്ക് ഉയർത്തി. ഇപ്പോഴും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്ത് സ്വശരീരത്തോടുകൂടി തന്നെ ജീവിച്ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബനി ഇസ്രായേലിനെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന പ്രബോധനത്തിന്റെ ഡ്യൂട്ടി അവസാനിച്ചു. ഇനി ആ ഡ്യൂട്ടി ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിലേക്ക് കടന്നു വന്നതോടുകൂടി പിന്നെ എല്ലാ സമുദായങ്ങളും നബിതങ്ങളുടെ ഉമ്മത്തായി മാറി. ഇനി മൂസാ നബിയുടെ സമുദായം വേറെ, ഈസാ നബിയുടെ സമുദായം വേറെ, നബിതങ്ങളുടെ സമുദായം വേറെ, അങ്ങനെയില്ല. നബിതങ്ങൾ ഇല്ല റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ട്, ലോകത്തിന് മുഴുവനും നബിയായിട്ടാണ് വന്നത്. അപ്പൊ എല്ലാ സമുദായങ്ങളും, ലോകത്ത് ഏതൊക്കെ സമുദായങ്ങളുണ്ടോ ആ സമുദായങ്ങളെല്ലാം നബിതങ്ങളുടെ ഉമ്മത്താണ്. അപ്പോ ഈസാ നബിയുടെ ഉമ്മത്ത് നിലവിലില്ല, അതുകൊണ്ട് ഈസാ നബിയുടെ ഡ്യൂട്ടി അവസാനിച്ചു. പക്ഷെ ഈസാ നബി അപ്പോഴും നബി തന്നെയാണ്. അവസാന കാലഘട്ടത്തിൽ ഈസാ നബി ഈ ദുനിയാവിലേക്ക് ഇറങ്ങി വരും. എൻസിലു നബിയുല്ലാഹി ഈസാ ഇബ്നു മറിയമ ഹകമൻ ആദിലൻ വ ഇമാമൻ മുഖ്സിതൻ, ഒരു നീതിമാനായ ഭരണാധികാരിയായ നിലയിൽ അവസാന കാലഘട്ടത്തിൽ ഈസാ നബി ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോൾ ഈസാ നബി ഈ സമുദായത്തിന്റെ നബിയായിട്ടല്ല വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉമ്മത്തിനെ ഒരു ഭരണാധികാരിയായ നിലയിൽ ഭരിക്കുന്നതിന് വേണ്ടിയാണ് ഇറങ്ങി വരുന്നത്. അപ്പോ ആള് നബി തന്നെ ആയിരിക്കും, പക്ഷെ ഇങ്ങോട്ടേക്ക് വരുന്നത് വേറൊരു ഡ്യൂട്ടിയുമായിട്ടാണ്. ഒരു ഭരണാധികാരി, ഒരു രാജാവ്, ഒരു ഖലീഫ എന്നൊരു സ്ഥാനവുമായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് അദ്ദേഹം നബി തന്നെ ആയിരിക്കും, മറുഭാഗത്ത് നിലവിലുള്ള ഡ്യൂട്ടി ഈ ഉമ്മത്തിനെ ഭരിക്കുക എന്നതായിരിക്കും. പറഞ്ഞു വന്നത്, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് നൽകി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റുകയില്ല. മരിക്കുന്നത് വരെയും മരിച്ചതിന് ശേഷം മഹ്ശറയിലും അവർ ആ നബി എന്ന പദവിയിൽ തന്നെ ആയിരിക്കുന്നതാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനമായി പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള ഒരു അഖീദ, ഒരു വിശ്വാസം, ആദ്യത്തെ പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാമാണ്. 1,24,000 പ്രവാചകന്മാരിങ്ങനെ വന്ന് ആ പരമ്പരയുടെ അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കുകയുണ്ടായി. ആദ്യത്തെ പ്രവാചകൻ ആദം നബിയാണ്. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കും അവസാനത്തെ പ്രവാചകൻ എന്നുള്ളത് ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച വിഷയമാണ്. അവസാന പ്രവാചകനായി ഈ പ്രവാചകത്വ പരമ്പരയുടെ പരിസമാപ്തി എന്ന നിലയിൽ, സമ്പൂർണത എന്ന നിലയിൽ ഒരു പ്രവാചകനെ ഞാൻ അയക്കുമെന്ന് അള്ളാഹു മുമ്പേ തീരുമാനിച്ചതാണ്. അന ഇൻദല്ലാഹി മക്തൂബുൻ ഖാതമൻ നബിയീൻ വആദമു ലമുൻദജിലുൻ ബൈനൽ മാഇ വത്തീൻ.
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തെ അള്ളാഹു രൂപപ്പെടുത്തുന്നതിന് മുമ്പേ തന്നെ അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചു അവസാന പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ പരമ്പരകളെ, സൃഷ്ടികളെ എല്ലാവരെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആലമുൽ അർവാഹിൽ, ആത്മാവുകളുടെ ലോകമായ ആലമുൽ അർവാഹിൽ ഒരു കോൺഫറൻസ് നടത്തുകയുണ്ടായി. മൂന്ന് കോൺഫറൻസാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിയത്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് കോൺഫറൻസ് എന്ന്. അള്ളാഹു ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി. 3 സമയത്തായിട്ടാണ് 3 സദസ്സുകൾ നടത്തിയത്. അതിൽ ഒന്നാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യ പരമ്പരയും, നമ്മളടക്കമുള്ള, നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന, നമുക്ക് ശേഷം വരുന്ന മുഴുവൻ മനുഷ്യരുടെയും റൂഹുകളെ ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണോ, നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഖാലൂ ബല, എല്ലാവരും പറഞ്ഞു നിന്നെ ഞങ്ങളുടെ രക്ഷിതാവായി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് നമ്മളടക്കമുള്ള എല്ലാവരും ആ സദസ്സിൽ വെച്ച് അള്ളാഹുവിനോട് കരാറ് ചെയ്തു, നിന്നെ ഞങ്ങൾ രക്ഷിതാവായി അംഗീകരിക്കുന്നു എന്ന്. ഇതിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി, ഇതിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യരൂപത്തിൽ നമ്മൾ ഓരോരുത്തരെയും ദുനിയാവിലേക്ക് അയച്ചു, ദുനിയാവിന്റെ സാഹചര്യങ്ങൾ കാണിച്ചു തന്നു. ഈ സാഹചര്യങ്ങൾ നിന്നുകൊണ്ടും നിങ്ങൾ അള്ളാഹുവിനെ അംഗീകരിക്കുമോ ഇല്ലേ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി. ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല, ഈ ദുനിയാവിലേക്ക് അള്ളാഹു അയച്ചത് ഈ കരാറിനെ നമ്മൾ പൂർത്തിയാക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഇത് ഒന്നാമത്തെ സദസ്സ്. രണ്ടാമത് മറ്റൊരു സദസ്സ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംഘടിപ്പിച്ചു. വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. ആ സദസ്സിനകത്ത് നമ്മളൊന്നുമല്ല ഉള്ളത്. അള്ളാഹു ദുനിയാവിലേക്ക് പ്രവാചകന്മാരായി അയക്കാൻ വേണ്ടി തീരുമാനിച്ച 1,24,000 പ്രവാചകന്മാരുടെ റൂഹുകൾ, മുഴുവൻ റൂഹുകളെ, പ്രവാചകന്മാരെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവരിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കരാറ് ചെയ്യിപ്പിക്കുകയുണ്ടായി അവരെ കൊണ്ട്. وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُم مِّن كِتَابٍ وَحِكْمَةٍ ثُمَّ جَاءَكُمْ رَسُولٌ مُصَدِّقٌ لِّمَا مَعَكُمْ لَتُؤْمِنُنَّ بِهِ وَلَتَنْصُرُنَّ. എന്തായിരുന്നു ആ കോൺഫറൻസിലെ, ആ സദസ്സിലെ വിഷയം? എല്ലാവരെയും ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂട്ടി നിർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി. എന്നിട്ട് ഈ പ്രവാചകന്മാരോട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഞാൻ നൽകിക്കൊണ്ട് ഓരോ കാലഘട്ടത്തിൽ നിങ്ങളെ ഓരോ സമുദായത്തിലേക്ക് ഞാൻ അയക്കും. ഓരോ സമുദായത്തിലേക്ക് നിങ്ങളെ ഞാൻ അയക്കും. നിങ്ങൾക്ക് ഇൽമ നൽകും, ഹിക്മത്ത് നൽകും, മുഅ്ജിസത്ത് നൽകും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നൽകും. നിങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ പ്രവാചകൻ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ കാലഘട്ടത്തിൽ എങ്ങാനും നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണെങ്കിൽ, അഥവാ ഈ പ്രവാചകന്റെ ബിഅ്സത്ത് ഉണ്ടാവുകയാണെങ്കിൽ, ഈ പ്രവാചകന്റെ നിയോഗം ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾ ഈ പ്രവാചകനെ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യുമോ? എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ സഹായിക്കും, ഞങ്ങൾ വിശ്വസിക്കും, ആ പ്രവാചകന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ആരോടാണ് പറയുന്നത്? മുഴുവൻ പ്രവാചകന്മാരോടും. ആരെക്കുറിച്ചാണ് പറയുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരോട് ഓരോരുത്തരോടും കരാറ് ചെയ്യുകയുണ്ടായി, നിങ്ങളുടെ സമുദായങ്ങളിലേക്ക് പോയിട്ട് 2 ജോലി ചെയ്യണം. ഒന്നെന്താണ്? ഒന്ന്, നിങ്ങൾ എന്നെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം, അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം. രണ്ടാമത്, നിങ്ങൾ നിങ്ങളുടെ സമുദായങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഹബീബായ അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരാനുണ്ട് കേട്ടോ എന്ന സന്തോഷ വാർത്ത അറിയിക്കണം. എല്ലാ പ്രവാചകന്മാരുടെയും 2 ജോലികളായിരുന്നു ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും 2 ജോലി കൊടുത്തു. അള്ളാഹുവിന്റെ റസൂല് തങ്ങളും പോയിട്ട് 2 കാര്യങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കണം. ഒന്ന്, എന്നെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. രണ്ടാമതായി ജനങ്ങളോട് പറയണം, എനിക്ക് ശേഷം ഇനി അള്ളാഹു ഒരു നബിയെയും അയക്കുകയില്ല കേട്ടോ എന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ ഈ ഉത്തരവാദിത്തത്തെ പൂർത്തിയാക്കുന്ന രീതിയിൽ എല്ലാ പ്രവാചകന്മാരും നമ്മൾ നമ്മളുടെ പ്രവാചകനെ തിരിച്ചറിയണം. ഏത് പ്രവാചകനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ഏത് നബിയാണ് നമ്മൾ പിൻപറ്റുന്നത്, ഏത് നബിയുടെ ഉമ്മത്തിയായിട്ടാണ് നമ്മൾ ഇങ്ങനെ അഭിമാനിച്ച് നടക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ഏതെങ്കിലും ഒരു പ്രവാചകനെ അല്ല നമ്മൾ വിശ്വസിച്ചത്. മുഹമ്മദുർ റസൂലുള്ളാഹി ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ, പ്രവാചകന്മാരുടെ പോലും പ്രവാചകനാണ്.
പ്രവാചകന്മാരുടെ പോലും പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കൽ ഉമ്മത്തിന്റെയും മനുഷ്യരുടെയും ഉത്തരവാദിത്തമാണ്, പ്രവാചകന്മാരുടെയും ഉത്തരവാദിത്തമാണ്. അതാണ് ഇമാമുൽ അംബിയ, റസൂലുൽ അംബിയ എന്നൊക്കെ നബിതങ്ങളെ കുറിച്ച് പറയുന്നത്. നബിതങ്ങളിൽ വിശ്വസിക്കൽ നബിമാർക്കും ഉത്തരവാദിത്തമാണ്. അത്ര വലിയ ഉന്നതനായ ഒരു പ്രവാചകനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകൻ. മുഴുവൻ വേദഗ്രന്ഥങ്ങളിൽ നബിതങ്ങളെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി. മുഴുവൻ പ്രവാചകന്മാരും വന്നിട്ട് അവരവരുടെ സമുദായങ്ങളിൽ നബിതങ്ങളെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി. അവസാന പ്രവാചകൻ വരാനുണ്ട് കേട്ടോ, ആ പ്രവാചകൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ പ്രവാചകന്റെ രൂപം ഇങ്ങനെയാണ്, ആ പ്രവാചകന്റെ വിശേഷണങ്ങൾ ഇങ്ങനെയാണ്. ഓരോ സമുദായങ്ങൾക്കും കാണാപ്പാടമായിരുന്നു മുഹമ്മദ് റസൂലുള്ള ആരാണെന്നുള്ള വിഷയം. ചില സമുദായങ്ങൾക്ക് പേര് പോലും അറിയാമായിരുന്നു. ചില ആളുകൾക്ക് നബിതങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അല്ലാഹു അക്ബർ. മഹാനായ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലദീന യത്തബിഊന അർ-റസൂല അൻ-നബിയ്യൽ ഉമ്മിയ്യ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്-തൗറാത്തി വൽ-ഇൻജീൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണവിശേഷണങ്ങൾ, തങ്ങളുടെ രൂപം, ഭാവം, ആകൃതി, അടയാളങ്ങൾ മുഴുവനും വേദഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. മുൻ വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടതായ ആളുകൾ, യഹൂദി നസാറാക്കൾ പോലുള്ളതായ മുൻകഴിഞ്ഞ സമുദായക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. ഒരു ജനക്കൂട്ടത്തിൽ കുറെ ആളുകൾ നിൽക്കുന്നു, അതിന്റെ ഇടയിൽ തന്റെ മകൻ നിൽക്കുന്നെങ്കിൽ എത്ര പെട്ടെന്ന് ഒരാൾ തിരിച്ചറിയും. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും കൃത്യമായിട്ട് ഓരോ സമുദായത്തിലെയും പണ്ഡിതന്മാർ, ആളുകൾക്ക് നബിതങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. ആ രീതിയിൽ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നബിതങ്ങളെ കുറിച്ച് പറയപ്പെട്ടിരുന്നു. മുഴുവൻ സമുദായങ്ങളും കാത്തിരുന്ന പ്രവാചകൻ, ആ പ്രവാചകന്റെ ആഗമനത്തിന് വേണ്ടിയായിരുന്നു മുഴുവൻ വേദഗ്രന്ഥങ്ങളും കാത്തിരുന്നത്, മുഴുവൻ സമുദായങ്ങളും കാത്തിരുന്നത്. എന്നാലോ ആ പ്രവാചകൻ അള്ളാഹു നൽകിയത് പാപികളായ നമ്മൾക്ക്. നമ്മൾ എത്ര വില നൽകുന്നുണ്ട്, ആ പ്രവാചകൻ എത്ര നമ്മൾ പിൻപറ്റുന്നുണ്ട്, എത്ര പഠിക്കുന്നുണ്ട് നമ്മൾ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് പോയി. ഷാമിൽ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു യഹൂദി പണ്ഡിതൻ അവിടെ നിന്നുകൊണ്ട് ആ ചന്തയിലേക്ക് വന്നുകൊണ്ട് വിളിച്ചു ചോദിക്കുകയുണ്ടായി, ഹിജാസിൽ നിന്ന്, മക്കയിൽ നിന്ന് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പൊ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാൻ മക്കയിൽ നിന്ന് വന്നതാണ്. എന്താ കാര്യം? നിങ്ങളുടെ നാട്ടിൽ ഒരു പുതിയ പ്രവാചകൻ വന്നിട്ടുണ്ടോ? പ്രവാചകത്വവാദവുമായി ഒരാൾ കടന്നു വന്നിട്ടുണ്ടോ? അതെ, കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാമോ? നന്നായി അറിയാം, എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ചുകൊണ്ടുപോയി. ഇദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവുന്നില്ല, എന്താണ് പറയുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്. അദ്ദേഹം മുമ്പേ നടന്നുപോയി. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു പുറകെ നടന്നുപോയി. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹം കയറി. ഇദ്ദേഹവും ഇങ്ങനെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുമ്പോൾ വീട്ടിന്റെ മുമ്പിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. വീട്ടിന്റെ മുമ്പിൽ ഒരു ഫോട്ടോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു, അദ്ദേഹത്തിന്റെ പുറകിലായിട്ട് വേറൊരാൾ നിൽക്കുന്നു. നോക്കിയപ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിത്രമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. മുകളിലാണ് ഇരിക്കുന്നത്. താഴെ നിന്ന് നോക്കുമ്പോൾ അതിന്റെ പുറകിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചിത്രം കൃത്യമാകുന്നില്ല. ഇദ്ദേഹം ചോദിച്ചു, ആ പുറകിൽ നിൽക്കുന്ന മനുഷ്യനാരാ? അഥവാ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനെ കണ്ടു, തിരിച്ചറിഞ്ഞു, അത് നബിതങ്ങളുടെ ഫോട്ടോ ആണല്ലോ വരച്ചു വെച്ചിരിക്കുന്നത്. പുറകെ നിൽക്കുന്നത് ആരാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നു. ആ ചിത്രത്തിൽ കാണുന്നത് അവസാന പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന വ്യക്തിയുടെ ചിത്രമാണത്. അദ്ദേഹത്തിന്റെ പുറകിലായി കാണുന്ന ചിത്രം അദ്ദേഹത്തിന്റെ ആദ്യത്തെ പിൻഗാമിയും അദ്ദേഹത്തിന് ശേഷം ആ സ്ഥാനം ഏറ്റെടുക്കുന്ന മഹാനുമാണ്. അദ്ദേഹത്തിന്റെ പിൻഗാമിയാകുന്ന മനുഷ്യനുമാണ് ആ ചിത്രത്തിൽ കാണുന്നതെന്ന്. ഇദ്ദേഹം പോയി അടുത്തോട്ട് പോയി സൂക്ഷിച്ചു നോക്കുമ്പോൾ ആദ്യം നിൽക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫോട്ടോയാണ്. അതിന്റെ പുറകിൽ നിൽക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സുബ്ഹാനല്ലാഹ്. എന്താണ് മനസ്സിലാവുന്നത്? മുൻ വേദഗ്രന്ഥങ്ങളിൽ നബിതങ്ങളെ കുറിച്ച് എത്ര കൃത്യമായി പറയപ്പെട്ടു എന്നാൽ ആ അടയാളങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മുൻവേദക്കാരായ ആളുകൾ നബിതങ്ങളുടെ ചിത്രം പോലും വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട്.
നബിതങ്ങളുടെ മാത്രമല്ല, നബിതങ്ങളുടെ സന്തത സഹചാരികളാകുന്ന സഹാബാക്കളുടെ ഫോട്ടോകൾ പോലും അവർ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത്ര കൃത്യമായിട്ട് നബിതങ്ങളെയും സഹാബാക്കളെയും കുറിച്ച് മുൻ വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അക്ബർ. ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ഇത്ര സ്ഥാനമുള്ളവരാണ്. ഇവരെയൊക്കെയാണ് നമ്മളുടെ മാർഗദർശികളായിട്ട്, നമ്മളുടെ മഹത്തുക്കളായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത്. അള്ളാഹു വില കൽപ്പിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. യമൻ റോമിലെ രാജാവായിരുന്നു ഹിർക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നബിതങ്ങൾ ഹിർക്കൽ രാജാവിന് ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചു. സഹാബാക്കളുടെ കയ്യിൽ കൊടുത്തുവിട്ടു കത്ത്. നബിതങ്ങൾ വിദേശ രാജ്യത്തുള്ള രാജാക്കന്മാർക്കൊക്കെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ അയച്ച കാലത്ത് ഹിർക്കൽ രാജാവിന്റെ അടുക്കലും കത്തുകൾ എത്തിച്ചു. രാജാവ് കത്ത് തുറന്ന് വായിച്ചു നോക്കി. ആ വായിച്ചപ്പോൾ തന്നെ രാജാവിന് മനസ്സിലായി ഈ കത്ത് വന്നത് പ്രവാചകന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. കാരണം ഹിർക്കൽ രാജാവിന് വേദങ്ങളെ കുറിച്ചുള്ള ഭയങ്കര പാണ്ഡിത്യം ഉണ്ടായിരുന്നു. ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് പ്രകടമാക്കിയില്ല. രാത്രിയായപ്പോൾ രഹസ്യമായിട്ട് ആ സഹാബാക്കളെ തന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് വിളിപ്പിച്ചു, തന്റെ സ്വകാര്യ മുറിയിലേക്ക് വിളിപ്പിച്ചു. സഹാബാക്കൾ വന്നു. ഇദ്ദേഹം ഒരു പെട്ടി എടുത്തുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ചു. സ്വർണത്തിലുള്ള ഒരു പെട്ടി. ഒരുപാട് അറകളുണ്ട്. അത് അവിടെ ഇവിടെയായിട്ട് ഒരുപാട് അറകൾ. അതിൽ ഓരോ അറകൾ ഇങ്ങനെ തുറന്നു. ഓരോ അറയിലും ഓരോരോ വരച്ച ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. പട്ടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് ഓരോ ചിത്രങ്ങളും. ഓരോ ചിത്രങ്ങൾ എടുത്തിങ്ങനെ കാണിച്ചു കൊടുത്തു. ഇത് ആദം നബിയുടെ ചിത്രമാണ്, ആദ്യത്തെ പ്രവാചകനാണ്. ഇത് ഇന്ന നബിയാണ്, ഇത് ഇന്ന നബിയാണ്, ഇത് ഇന്ന പ്രവാചകനാണ് എന്നും പറഞ്ഞ് ഓരോരോ പ്രവാചകന്മാരുടെ ഫോട്ടോകൾ എടുത്ത് കാണിച്ചു. അവസാനം ഒരു അറ തുറന്നു. പച്ച പട്ടിൽ പൊതിഞ്ഞ ഒരു ചിത്രം അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹം അതെടുത്തിങ്ങനെ തുറന്ന് കാണിച്ചു കൊടുത്തു. കണ്ടപ്പോൾ തന്നെ സഹാബാക്കൾ അന്തം വിട്ടുപോയി. ആ ചിത്രത്തിൽ കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് അവസാന പ്രവാചകനാണ്. ഇതൊക്കെ പ്രവാചകന്മാരുടെ ചിത്രങ്ങളാണ്. ഈ അവസാനം കാണിച്ചത് ഫഇന്നഹു ആഖിറുഹും, പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകന്റെ ചിത്രമാണ്. സഹാബാക്കൾ അന്തം വിട്ടുപോയി. നോക്കൂ, മുൻ വേദഗ്രന്ഥങ്ങളിൽ നിന്നും ആളുകൾ പഠിച്ചുകൊണ്ട് നബിതങ്ങളുടെ ഫോട്ടോ പോലും വരച്ചു വെച്ചിരുന്നു. എത്ര കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഇതാണ് മുൻ വേദങ്ങൾ പോലും പ്രവചിച്ചതായ, കാത്തിരുന്നതായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യമനിലെ രാജാവ് ഉണ്ടായിരുന്നു തുബ്ബ. തുബ്ബ എന്ന് പറയുന്നത് ഒരു രാജാവിന്റെ പേരല്ല. യമനിൽ വരുന്ന എല്ലാ രാജാക്കന്മാരെയും തുബ്ബ എന്നായിരുന്നു വിളിച്ചിരുന്നത്. നമ്മൾ ഈജിപ്തിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരെയൊക്കെ ഫിറഔൻ എന്നാ പറഞ്ഞിരുന്നത്. ഒരു രാജാവിന്റെ പേരല്ല ഫിറഔൻ. ആ പദവിയിലേക്ക് എത്തുന്ന ആളുകളുടെയൊക്കെ പേരാണ് ഫിറഔൻ. എന്നതുപോലെ യമനിലെ രാജാക്കന്മാരെ പറഞ്ഞിരുന്ന പേരാണ് തുബ്ബ. അതിലൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല സൽസ്വഭാവിയായ നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ, ഒരു രസകരമായ സംഭവമാണ് ഞാൻ പറയുന്നത്, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം ഇൻഷാ അല്ലാഹ്. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ സഞ്ചാരത്തിനിറങ്ങി, ലോക സഞ്ചാരത്തിനിറങ്ങി. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ 400 യഹൂദി പണ്ഡിതന്മാർ അടങ്ങുന്ന ഒരു സംഘമാണ്. 400ഓളം യഹൂദി പണ്ഡിതന്മാരും അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുണ്ട്. രാജാക്കന്മാർ പൊതുവെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയാണല്ലോ, വലിയ ആരവത്തോടു കൂടി വലിയ ആളുകളൊക്കെ കൂട്ടിക്കൊണ്ടായിരിക്കും യാത്ര ചെയ്യുന്നത്. നമ്മൾ ഇന്ന് നാട്ടിലും മന്ത്രിമാരും മറ്റൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറേ കാറുകളുടെ അകമ്പടി ഉണ്ടാവുമല്ലോ. ആ രീതിയിൽ വലിയ സന്നാഹങ്ങളോടുകൂടിയാണ് യാത്ര ചെയ്തത്. അദ്ദേഹം യാത്ര ചെയ്ത് ഹിജാസിലൂടെ കടന്നുപോയി മക്കയിലെത്തി. മക്കയിൽ കാബയുണ്ട് ആ കാലത്ത്. കാബ കണ്ടപ്പോ ഇദ്ദേഹത്തിന് ചുമ്മാ തോന്നി, ഈ കെട്ടിടം ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന കണ്ടിട്ട് ഒരു സുഖം തോന്നുന്നില്ല, ഇതിനെ അങ്ങ് പൊളിച്ചു കളഞ്ഞേക്കെന്ന് പറഞ്ഞു. രാജാവിൻ്റെതായ ഒരു ചിന്ത തോന്നി. അദ്ദേഹം പറഞ്ഞു ഇത് പൊളിച്ചു കളയാൻ പറഞ്ഞു. ഉടനെ കൂടെ ഉണ്ടായിരുന്ന യഹൂദി പണ്ഡിതന്മാരെല്ലാവരും കൂടെ ഓടി വന്നു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, മിണ്ടല്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിഞ്ഞ കാബയാണിത്, പരിശുദ്ധ ഭവനമാണ്. ഈ നാട്ടിലാണ് അവസാന പ്രവാചകൻ ജനിക്കാൻ പോകുന്നത്. ആ പ്രവാചകനിലൂടെ ഈ കാബയുടെ സ്ഥാനവും മഹത്വവും വിലയുമൊക്കെ വർദ്ധിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ ഭവനത്തോടുള്ള അനാദരവാണ്, അങ്ങനെയൊന്നും പറഞ്ഞേക്കില്ലേ എന്ന് പറഞ്ഞു. രാജാവിന് തൗബ തോന്നി. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ആളുകൾ പറഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം ഉൾക്കൊള്ളാൻ തയ്യാറായി. എന്നിട്ട് അങ്ങനെ രാജാവ് ആ പരിശുദ്ധമായ കാബയെ, ആ ഭവനത്തെ ആദരിച്ചുകൊണ്ട് ആദ്യമായി കാബയ്ക്ക് പുടവ ധരിപ്പിക്കുകയുണ്ടായി. കിസ്വ, ഖിലാഫ് എന്നൊക്കെ നമ്മൾ പറയുന്ന കാബയ്ക്ക് പുടവ ഇട്ടിട്ടുണ്ടല്ലോ. ആദ്യമായി കാബയ്ക്ക് പുടവ ധരിപ്പിക്കുന്നത് ആ തുബ്ബ രാജാവാണ്. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും അവർ യാത്ര തുടർന്നു. യാത്ര ചെയ്ത് അവർ മദീനയിലെത്തി. മദീനയിലെത്തിയപ്പോ
രാജാവിന് അവിടെയുള്ള ആളുകളെയൊക്കെ കണ്ടപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ ഈ ആ നാട്ടുകാരൊന്നും കാണാനൊന്നും കൊള്ളൂല, ഇവരെയൊക്കെ അങ്ങ് കൊന്നു കളഞ്ഞേക്കെന്ന് പറഞ്ഞു. രാജാവ് ഇത് പറഞ്ഞു കേട്ടപ്പോ ആ യഹൂദി പണ്ഡിതന്മാരെല്ലാം അങ്ങോട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, രാജാവേ, ഇങ്ങനെയൊന്നും പറയരുത്. ഈ നാട് ഏതാണെന്നറിയുമോ? ഈ നാട് മക്കയിൽ വരുന്ന അന്ത്യപ്രവാചകൻ ഹിജറ ചെയ്തു വരുന്ന നാടാണ്. ഈ നാട്ടിലേക്കാണ് അദ്ദേഹം ഹിജറ ചെയ്തു വരുന്നത്. ഇവിടെ തന്നെ ജീവിക്കുകയും ഇവിടെ തന്നെ അദ്ദേഹം വഫാത്താവുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വേദഗ്രന്ഥങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിരിക്കരുത്, ഈ നാടിനെ ആദരിക്കണം, സ്നേഹിക്കണമെന്നു. രാജാവിന് വീണ്ടും തൗബ തോന്നി. അങ്ങനെ പോകാനൊരുങ്ങുമ്പോൾ ഈ 400 പണ്ഡിതന്മാരും കൂടി വന്ന് രാജാവിനോടൊരു കാര്യം പറഞ്ഞു. രാജാവ്, ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. എന്താണ്? ഞങ്ങൾ ഈ നാട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു, താങ്കളുടെ കൂട്ടത്തിൽ മുമ്പോട്ടേക്ക് യാത്ര ചെയ്യുന്നില്ല. എന്താ കാര്യം? അവസാന പ്രവാചകൻ ഹിജറ ചെയ്ത് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. വേദങ്ങളിൽ പറയപ്പെട്ട ആ പ്രവാചകന് ഞങ്ങൾ കാത്തിരിക്കുന്നു, അദ്ദേഹത്തെ വിശ്വസിക്കാനും അദ്ദേഹത്തെ സഹായിക്കാനും വേണ്ടി. അതുകൊണ്ട് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിൽ തന്നെ ഞങ്ങൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ രാജാവ് വളരെ ആദരവോടുകൂടി അവർക്കെല്ലാവർക്കും അവരുടെ മഹറിന്റെ വില നൽകിക്കൊണ്ട് ആ നാട്ടിൽ നിന്ന് തന്നെ അവർക്ക് വിവാഹം ചെയ്യിപ്പിച്ചു കൊടുത്തു. 400 പേർക്കും 400 പേർക്കും രാജാവിന്റെ സ്വന്തം ചെലവിൽ വീട് പണിഞ്ഞു കൊടുത്തു. 400 വീടുകൾ രാജാവിന്റെ സ്വന്തം ചെലവിൽ പണിഞ്ഞു. ഒരു വീട് എക്സ്ട്രാ പണിഞ്ഞു, 401ാമത്തെ വീട്. ഒരു സുന്ദരമായ ഒരു വീട് പണിഞ്ഞിട്ട് ഇദ്ദേഹം ഒരു കത്തെഴുതി ആ 400 പണ്ഡിതന്മാരുടെ നേതാവിന്റെ കൈകളിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ വീട് ആ പ്രവാചകനുള്ളതാണ്. ഈ കത്തിനകത്ത് അതിന്റെ ഉടമ്പടിയാണ്. ആ കത്തിനകത്ത് അദ്ദേഹം 4 വരി പദ്യം എഴുതി വെച്ചിരുന്നു. ആ പ്രവാചകനിൽ ഞാൻ വിശ്വസിക്കുന്നു, അദ്ദേഹത്തെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തെ കണ്ടുമുട്ടുമോ എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്നേഹത്തിന്റെ കുറച്ച് വാക്കുകൾ എഴുതി വെച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതകാലത്ത് ആ പ്രവാചകൻ ഇവിടെ വരികയാണെങ്കിൽ ആ പ്രവാചകന്റെ കൈകളിലേക്ക് ഈ കത്തിനെ ഏൽപ്പിച്ചിട്ട് ഈ വീട് അദ്ദേഹത്തിന് കൊടുക്കണം. ഇനി അഥവാ നിങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം നിയുക്തനായില്ല എങ്കിൽ നിങ്ങളുടെ പിൻഗാമിക്ക് ഈ കത്ത് കൈമാറി ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് പോകണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതരാകുന്നതിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. കാലങ്ങൾ കഴിഞ്ഞു, തലമുറകൾ മാറി 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 വന്നു. അങ്ങനെയാണ് മദീനയിലെ യഹൂദികൾ ഉണ്ടാവുന്നത്. മദീനയിലൊക്കെ യഹൂദികൾ ഉണ്ടായിരുന്നു. വിധങ്ങൾ അങ്ങോട്ട് വരുന്ന കാലഘട്ടത്തിലും അവിടെ യഹൂദികൾ ഉണ്ടായിരുന്നു. ഒടുവിൽ അവസാനം ഈ സംഭവത്തിന്റെ ക്ലൈമാക്സ്, ഈ സംഭവം എങ്ങനെയാണ് പൂർത്തിയായതെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വരികയാണ്. തങ്ങളുടെ ബിഅ്സത്തിന്റെ 13 വർഷത്തിന് ശേഷം മദീനയിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനയിൽ ആകെ ഒരു ബന്ധു മാത്രമേ ഉള്ളൂ. ഒരുപാട് മുസ്ലിമുകളുണ്ട്, സഹാബാക്കളുണ്ട്. തങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ ഒരുപാട് പേര് മുസ്ലിമായി. എന്നാൽ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ എവിടെ പോയി താമസിക്കും? പുതിയൊരു നാട്ടിലേക്കാണ് പോകാൻ പോകുന്നത്, എവിടെ താമസിക്കും? ഒരാശങ്ക മനസ്സിലുണ്ട്. ഒരേ ഒരു ബന്ധുവാണ് അവിടെ ഉള്ളത്. ആ ബന്ധു അബ്ദുൽ മുത്തലിബ് വഴിയുള്ള ബന്ധുവാണ്, അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു. അപ്പം സ്വാഭാവികമായി ആ ബന്ധുവിന്റെ വീട്ടിൽ താമസിക്കാമെന്നുള്ളതാണ് നബിതങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹം. പക്ഷേ സഹാബാക്കൾ ഇങ്ങനെ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ്. തല അൽ ബദറു അലൈന മിൻ സനിയാത്തിൽ വദാഇ എന്നൊക്കെ പാട്ടൊക്കെ പാടി നബിതങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അപ്പൊ എല്ലാവരും അടിവെക്കും, എന്റെ വീട്ടിലോട്ട് വാ, എന്റെ വീട്ടിലോട്ട് വാ എന്ന് എല്ലാവരും ആഗ്രഹിക്കും. ആ സമയത്ത് ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിലേക്ക് ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സഹാബാക്കൾക്ക് വിഷമാവും. എന്റെ വീട്ടിൽ വന്നില്ലല്ലോ, എന്തുകൊണ്ട് എന്നെ ഒഴിവാക്കി? അപ്പൊ ആ വിഷമത്തെ സഹിക്കാനും പറ്റില്ല. എന്നാൽ ബന്ധുവിന്റെ വീട്ടിലാണ് താമസിക്കാൻ ആഗ്രഹവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ ഒട്ടകത്തെ വിട്ടു. നിങ്ങൾ വിട്ടേക്കുക, ആ ഒട്ടകം എവിടെ പോയി മുട്ടുകുത്തുന്നു അവിടെ ഞാൻ താമസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒട്ടകം പോയി അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി. അങ്ങനെ നബിതങ്ങൾ അവിടെ താമസിച്ചു. അപ്പൊ എന്തൊക്കെ സംഭവിച്ചു? ഒന്നാമതായിട്ട് നബിതങ്ങളുടെ ആഗ്രഹം പൂർത്തിയായി. തന്റെ ബന്ധുവിന്റെ വീട്ടിൽ താമസിക്കണമെന്നായിരുന്നു ആഗ്രഹം, അത് നടന്നു. രണ്ടാമത് സഹാബാക്കൾക്ക് വിഷമം ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു. ഈ രീതിയിൽ ഒട്ടകം പോയി മുട്ടുകുത്തി ആ രീതിയിൽ നബിതങ്ങൾ അവിടെ പോയി താമസിച്ചതിന്റെ പേരിൽ ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും സന്തോഷിച്ചു, എല്ലാവരും സമ്മതിച്ചു. സഹാബാക്കളുടെ വിഷമം ഉണ്ടായില്ല.
ഇനി ക്ലൈമാക്സിലേക്ക് വരികയാണ്. ആ വീടായിരുന്നു 1000 വർഷങ്ങൾക്ക് മുമ്പ് തുബ്ബ രാജാവ് പണിഞ്ഞിട്ട് ആ യഹൂദി പണ്ഡിതനെ ഏൽപ്പിച്ചിട്ട് പോയ വീട്. അതിങ്ങനെ തലമുറകൾ കൈമാറി വന്നു, മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് ആ വീടും അദ്ദേഹത്തിന്റെ കത്തും അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ കയ്യിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ താമസിക്കാൻ വന്നപ്പോൾ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹും പിതാവും വന്നിട്ട് ആ കത്ത് നബി തങ്ങളുടെ അടുക്കൽ കൈമാറി. നബി തങ്ങൾ ആ കത്ത് തുറന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിലാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 3 സംഭവങ്ങൾ, 3 കാര്യങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ടായിരുന്നു നബി തങ്ങൾ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹുവിന്റെ വീട്ടിൽ താമസിച്ചത്. നോർത്ത് നോക്കണം, 1000 വർഷങ്ങൾക്ക് മുമ്പേ ആ പ്രവാചകൻ ഇവിടെ വരുമെന്നും ആ പ്രവാചകൻ ഇവിടെ താമസിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അള്ളാഹു അതുപോലെ തന്നെ 1000 വർഷങ്ങൾക്ക് ശേഷം അത് പൂർത്തിയാക്കി കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മുൻവേദങ്ങൾ പഠിച്ച ആളുകൾക്ക് പോലും കൃത്യമായി അറിയാമായിരുന്നു. നബിതങ്ങളെ മാത്രമല്ല, നബിതങ്ങളുടെ സഹാബാക്കളെ പോലും അറിയാമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഞാനിപ്പോ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഷാമിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴി, മുസ്ലിം ആകുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, നബിതങ്ങളുടെ ബിഅ്സത്തിനൊക്കെ മുമ്പ്, അദ്ദേഹം ഇങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് കാട്ടിലൂടെ വരികയായിരുന്നു. വഴി തെറ്റിപ്പോയി ഏതൊക്കെയോ സ്ഥലത്തോട്ട് കയറിപ്പോയി. ചെന്ന് അദ്ദേഹം ഒരു ദേവാലയത്തിന്റെ മുമ്പിലെത്തി, ക്രിസ്തീയ ദേവാലയത്തിന്റെ മുമ്പിലെത്തി. വിശന്ന് ദാഹിച്ചിരിക്കുകയാണ്. അദ്ദേഹം പോയി അവിടുത്തെ വാതിലിൽ മുട്ടി. ആ വാതിൽ തുറന്നൊരു പാതിരി ഇറങ്ങി വന്നു. ഉമർ റളിയല്ലാഹു കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹം ഞെട്ടി. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് കൈ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് അകത്തേക്ക് പോയി. ഒരിടത്ത് കൊണ്ടുപോയി ഇരുത്തി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, അദ്ദേഹത്തെ സൽക്കരിക്കുന്നു, സ്വീകരിക്കുന്നു. ഉമർ റളിയല്ലാഹു അങ്ങനെ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. ഇതെന്തായി നടക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ എല്ലാം കൊടുത്ത് സന്തോഷിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വേദഗ്രന്ഥത്തിൽ പാണ്ഡിത്യമുള്ള ഏറ്റവും വലിയ പണ്ഡിതനാണ് ഞാൻ വേദഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ പള്ളി ഇരിക്കുന്ന സ്ഥലവും വരും കാലഘട്ടത്തിൽ അവസാന പ്രവാചകന്റെ പിൻഗാമിയാകുന്ന ഒരാളുടെ അധീനതയിൽ വരും. അഥവാ അദ്ദേഹം ഈ സ്ഥലവും പള്ളിയും ഒക്കെ കീഴടക്കി അദ്ദേഹത്തിന്റെ കൈക്കലാവും. ആ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റാ, നിങ്ങളിൽ യോജിക്കുന്നുണ്ട്. നിങ്ങളാകും ആ ഖലീഫ, ആ പിൻഗാമി. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു കരാറ് ചെയ്യണം, എന്നോടൊരു വാഗ്ദാനം ചെയ്യണം. അപ്പം എങ്ങനെയെങ്കിലും നാട്ടിലെത്താനുള്ള വെപ്രാളത്തിൽ ഇരിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. വിശപ്പിനുള്ളത് കിട്ടി, ഇനി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കത്ത് എഴുതരാം, നിങ്ങൾ അതിൽ ഒപ്പിട്ട് തരണം. എന്താണ് കത്തിലുള്ളത്? നിങ്ങൾ ഈ നാടും ഈ പള്ളിയും ഒക്കെ പിടിച്ചെടുക്കുന്ന സമയത്ത് ഈ പള്ളി എനിക്ക് തിരിച്ചു തന്നേക്കണം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഓ ശരി എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ട് അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു. വർഷങ്ങൾ കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. നബിതങ്ങൾക്ക് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ആ നാടും ഒക്കെ ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു. അദ്ദേഹം അവിടെ ഭയങ്കര ബഹളം, ഇല്ല ഞാൻ വിട്ടുതരത്തില്ല, ഇത് എനിക്ക് എഴുതി തന്നതാണ് എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിക്കപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ടേക്ക് വന്നു. നോക്കുമ്പോൾ ആ പഴയ പാതിരി, അദ്ദേഹം ആ പഴയ കത്തും വെച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എനിക്ക് കത്തിലൂടെ എനിക്ക് ഉറപ്പ് നൽകിയതാണ് ഈ പള്ളി എനിക്ക് തിരിച്ചു തരാമെന്ന്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഞാൻ അന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഇത് എന്റെ സ്വത്തല്ല, എന്റെയോ എന്റെ മകന്റെയോ എന്റെ വാപ്പായുടെയോ സ്വത്തല്ല. ഇത് ഇസ്ലാം ഇവിടെ വന്നതോടുകൂടി ഇത് ഇസ്ലാമിന്റെയാണ്, ഇത് ബൈത്തുൽ മാലിന്റെയാണ്, ഇത് നിങ്ങൾക്ക് വിട്ടുതരാനുള്ള അവകാശം എനിക്കില്ല എന്ന് പറഞ്ഞ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പോവുകയുണ്ടായി. പറഞ്ഞു വന്ന എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പോലും കൃത്യമായ അടയാളങ്ങൾ മുൻ വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ആളുകൾ കണ്ട് തിരിച്ചറിയുമായിരുന്നു. അല്ലാഹു അക്ബർ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കപ്പെടുന്നത്. ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾ പിടിച്ചടക്കുന്ന ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ്. പിടിച്ചടക്കിയ സമയത്ത് പാതിരിമാരെല്ലാവരും കൂടി ബൈത്തുൽ മുഖദ്ദസിനകത്ത് കയറി പൂട്ടി അകത്ത് കയറിയിരിക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് അതിനെ പിടിച്ചടക്കുന്നത്. അവര് പറഞ്ഞു, ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞ അനുസരിച്ചുള്ള ഒരു അടയാളങ്ങളും ഇദ്ദേഹത്തിന്റെ മുഖത്തില്ല, അതുകൊണ്ട് ഈ ദേവാലയം, ഈ ബൈത്തുൽ മുഖദ്ദസ് ഞങ്ങൾ വിട്ടുതരത്തില്ല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. പ്രശ്നം രൂക്ഷമായി. ഉമർ റളിയല്ലാഹു അൻഹു അറിയിക്കപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു വന്നു. ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ തന്നെ അവരെല്ലാവരും മുകളിൽ നിന്ന് ഇറങ്ങി വന്നു. വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട ഈ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുമെന്നുള്ള പറയപ്പെട്ടതായ ആ വ്യക്തിയുടെ മുഴുവൻ അടയാളങ്ങളും നിങ്ങളുടെ മുഖത്തിൽ ഞങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളിലേക്ക് ഇതാ നൽകുന്നു എന്ന് പറഞ്ഞ് ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് ഉമർ റളിയല്ലാഹുവിന്റെ കൈകളിലേക്ക് കൊടുക്കുകയുണ്ടായി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തങ്ങളുടെ സഹാബാക്കളെയും കുറിച്ച് പോലും മുൻവേദ ഗ്രന്ഥങ്ങളിലെ കൃത്യമായ അടയാളങ്ങൾ പറയപ്പെട്ടിരുന്നു. ഇതാണ് നമ്മളുടെ പ്രവാചകൻ, ഇതാണ് നമ്മളുടെ സഹാബത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോയ സമയത്ത് ഒരു പുരോഹിതൻ അബ്ദുൽ മുത്തലിബിന്റെ കൂട്ടത്തിൽ കച്ചവടത്തിന്, അബൂ താലിബിന്റെ കൂട്ടത്തിലോ അബ്ദുൽ മുത്തലിബിന്റെ കൂട്ടത്തിലോ കച്ചവടത്തിന് പോയ സമയത്ത് റാഹിബ്, ഒരു ക്രിസ്തീയ പുരോഹിതൻ അവരെ കാണുകയും, നബിതങ്ങൾ ചെറുപ്പമായിരുന്നു, നബിതങ്ങളെ കണ്ടുകൊണ്ട് തന്നെ ഇതാണ് അവസാനം വരാനിരിക്കുന്ന പ്രവാചകൻ എന്നുള്ള അടയാളങ്ങളിലൂടെ മനസ്സിലാക്കുകയും അവരെ സ്വീകരിക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ട് തിരിച്ചുപോ, ഇത് അവസാന പ്രവാചകനായി വരാൻ പോകുന്ന മനുഷ്യനാണ്. ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ കൊന്നു കളയാൻ വേണ്ടി അസൂയ പൂണ്ട് കുറെ ആളുകൾ നടക്കുന്നുണ്ട്, യഹൂദികൾ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ജീവൻ അപകടമാണ്, തിരിച്ചു വെക്കുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം നബിതങ്ങളെയും കൊണ്ട് തിരിച്ചു വരികയുണ്ടായി. ചെറുപ്പകാലത്തിൽ തന്നെ നബിതങ്ങളെ കണ്ടുകൊണ്ട് ഇതാണ് അവസാന പ്രവാചകൻ വേദങ്ങളിൽ പറയപ്പെട്ടത് എന്ന് മനസ്സിലാക്കി ആളുകൾ വിശ്വസിച്ച കാലം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ കുറിച്ചൊക്കെ പിന്നീട് നബിതങ്ങളെ അറിയിച്ചു കൊടുക്കുകയും അവരൊക്കെ സ്വർഗത്തിലാണെന്ന് നബിതങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തു. ബഹുമാനികളെ, പറഞ്ഞു വന്നത് പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ്. പ്രവാചകന്മാരിലുള്ള വിശ്വാസത്തിൽ അവസാനത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന പ്രവാചകനാണെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് പറഞ്ഞത്. നബിതങ്ങൾ അവസാന പ്രവാചകനാണെന്ന് മുൻ വേദങ്ങളിൽ പോലും പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട്. അതനുസരിച്ച് ആ വേദക്കാരൊക്കെ നബിതങ്ങളെ വിശ്വസിക്കുകയും കാത്തിരിക്കുകയും നബിതങ്ങളുടെ ചിത്രങ്ങൾ പോലും വരച്ചു വെക്കുകയും അവരുടെ പിൻഗാമികളെ അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം നാട്ടിൽ നിന്നും യാത്ര ചെയ്ത് ഓരോ പുരോഹിതന്മാരുടെ അടുക്കൽ പോയി താമസിക്കുകയും അവരുടെ ഖിദ്മത്തിലായിട്ട് അവരുടെ സേവനത്തിലായിട്ട് കഴിച്ചുകൂട്ടുകയും ചെയ്തു. അവസാനത്തെ ഒരു പുരോഹിതൻ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ഞാൻ ആരെടുക്കൽ പോയി സേവനമനുഷ്ഠിക്കും, ആരെടുക്കൽ പോയി ഞാൻ ദീൻ പഠിക്കും, അറിവ് പഠിക്കും. അദ്ദേഹം പറഞ്ഞു, ഇനി എന്റെ അറിവിൽ ഈ ലോകത്ത് ക്രിസ്തുമതം നിബിധങ്ങൾക്ക് മുമ്പായിരുന്നു, ക്രിസ്തുമതത്തിൽ വിശ്വാസമുള്ള അല്ലെങ്കിൽ പാണ്ഡിത്യമുള്ള ആളുകൾ ആരെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല. എന്നാൽ ഞാൻ വേറൊരു കാര്യം നിനക്ക് പറഞ്ഞു തരാം. വേദങ്ങളിൽ പറയപ്പെട്ട അവസാന പ്രവാചകൻ വരാനുണ്ട്. അദ്ദേഹം വരാനുള്ള സമയം അടുത്തതായി ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ കണ്ടാൽ നീ അന്വേഷിച്ച് പോയി അദ്ദേഹത്തെ വിശ്വസിക്കണം. അദ്ദേഹത്തിന്റെ അടയാളം എന്തെന്നറിയുമോ? 3 അടയാളങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആ 3 അടയാളമുള്ള മനുഷ്യനായിരിക്കും അവസാന പ്രവാചകൻ. ഒന്നാമതായിട്ട്, അദ്ദേഹം സദഖ മുതൽ സ്വീകരിക്കുകയില്ല, സദഖ മുതൽ ഭക്ഷിക്കുകയില്ല. രണ്ടാമതായിട്ട്, ഹദിയ അദ്ദേഹം സ്വീകരിക്കും, സക്കാത്ത് സ്വീകരിക്കുകയില്ല, ഹദിയ സ്വീകരിക്കും. മൂന്നാമതായിട്ട്, അദ്ദേഹത്തിന്റെ ഇരു ചുമലുകൾക്കിടയിൽ ഇവിടെയായിട്ട് ഒരു മുദ്രയുണ്ടാവും, ഒരു കട്ടിയുള്ള വലിയൊരു ബട്ടൺസിന്റെ രൂപത്തിലുള്ള ഒരു കട്ടിയുള്ള ഒരു ഭാഗം. അത് നുബൂവത്തിന്റെ മുദ്രയാണ്, അന്ത്യപ്രവാചകൻ എന്നുള്ളതിന്റെ മുദ്രയാണത്. ഈ 3 അടയാളങ്ങളുമുള്ള ആളെ കണ്ടാൽ നീ സ്വീകരിച്ചോണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം യാത്ര ചെയ്തു, ആളുകളുടെ കൈകളിൽ പെട്ട് അദ്ദേഹം അടിമയായി പിന്നെ കുറേ കാലം ജീവിച്ചു. 250 വയസ്സോളം അദ്ദേഹം ജീവിച്ചതായിട്ട് കിതാബുകളിൽ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ജീവിച്ചു. അവസാനം അദ്ദേഹം അടിമയായി മദീനയിലും എത്തി. ഈ നാട്ടിലാണ് പ്രവാചകൻ വരുന്നത് എന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയാമായിരുന്നു. മദീനയിൽ ഈന്തപ്പനകളുള്ള നാട്ടിലാണ് പ്രവാചകൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്തോഷമായി, ഞാൻ അടിമയായിട്ടാണെങ്കിലും ആ പ്രവാചകന്റെ നാട്ടിലേക്കാണല്ലോ എത്തിയതെന്ന് സന്തോഷത്തിൽ ഇദ്ദേഹം കഴിഞ്ഞുകൂടി. അങ്ങനെ അവസാനം മക്കയിൽ നിന്ന് നബിതങ്ങൾ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹം അടിമയായിരുന്നു. രഹസ്യമായിട്ട് ഇദ്ദേഹം രാത്രി പോയി നബിതങ്ങളെ കാണാൻ തുടങ്ങി. ഈ 3 അടയാളങ്ങളെ കാണണം. ഒരു ദിവസം അദ്ദേഹം കുറച്ച് കാരക്കുകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോയി നബിതങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞ്, ഇത് സദഖയാണ്, അങ്ങ് സ്വീകരിക്കണം. അദ്ദേഹം നോക്കി നിൽക്കുകയാണ്, ഇത് കഴിക്കുന്നുണ്ടോ ഇല്ലേ എന്ന്. നബിതങ്ങൾ അത് വാങ്ങിച്ചിട്ട് പാവപ്പെട്ട സഹാബാക്കൾക്ക് വിതരണം ചെയ്തു കൊടുത്തു. പോയി. 2ാമത്തെ ദിവസം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ കുറച്ച് ഈത്തപ്പഴവുമായിട്ട് വന്നു. അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ മുമ്പ് സദഖ കൊണ്ടുവന്നപ്പോൾ അങ്ങ് സ്വീകരിച്ചില്ല, ഇതെന്റെ ഭാഗത്തു നിന്നുള്ള ഹദിയാണ്, അങ്ങ് സ്വീകരിച്ചാലും. നബിതങ്ങൾ വാങ്ങിച്ചു, നബിതങ്ങളും കഴിച്ചു, ബാക്കിയുള്ള സഹാബാക്കൾക്കും വീതിച്ചു കൊടുത്തു. അൽഹംദുലില്ലാ, 2 അടയാളങ്ങൾ പൂർത്തിയായി. ഇനി ഒന്നുണ്ട്, അതെങ്ങനെ കാണും? നബിതങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അപ്പൊ ഇവിടെ പുറകിലായിട്ടാണ് അതുള്ളത്, അതെങ്ങനെ കാണാൻ സാധിക്കും? ഒരു ദിവസം ഒരു ജനാസ അടക്കിക്കൊണ്ടിരിക്കുന്നതായ സമയത്ത് ഇദ്ദേഹം അങ്ങോട്ടേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു വഹയിലൂടെ അറിയിച്ചിട്ടുണ്ടാവും. നബിതങ്ങൾക്ക് മനസ്സിലായി ഇദ്ദേഹം ഇത് കാണാൻ വേണ്ടിയാണ് വന്നതെന്ന്. നബിതങ്ങൾ ആ ജനാസ അടക്കുന്നതിന്റെ ഇടയിൽ തങ്ങളുടെ ഒരു മേൽമുണ്ടിങ്ങനെ ഇട്ടിരുന്നു, അതിങ്ങനെ മാറ്റിക്കൊടുത്തു. അത് കണ്ടപ്പോൾ ദൂരെ നിന്ന് കണ്ടു സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അല്ലാഹു അക്ബർ, സന്തോഷത്തോടു കൂടി ഓടി വന്ന് നബിതങ്ങളെ കെട്ടിപ്പിടിച്ചു, ആ നുബുവത്തിന്റെ മുദ്രയിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, 3 അടയാളങ്ങളും പൂർത്തിയായി, അങ്ങാണ് അവസാന പ്രവാചകൻ, വേദങ്ങളിൽ പറയപ്പെട്ട ആളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങനെ എനിക്ക് കരിമ പറഞ്ഞതാ, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു വർഷങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം നബിതങ്ങളുടെ അടുക്കൽ എത്തിച്ചേരുകയും അങ്ങനെ മുസ്ലിം ആവുകയും ചെയ്തു.
സൽമാൻ ഫാരിസി റളിയല്ലാഹു സംഭവം പിന്നീട് വളരെ രസകരമായ സംഭവം മുമ്പോട്ടേക്കുണ്ട്. എന്തായാലും പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ അഭിമാനിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും കൂടുതൽ മഹത്വമുള്ള, മുഴുവൻ കാലഘട്ടങ്ങളുടെയും ജനങ്ങൾ കാത്തിരുന്ന, മുഴുവൻ പ്രവാചകന്മാര് പോലും വിശ്വസിച്ചിരുന്ന അവസാന പ്രവാചകനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ, വിശ്വസിക്കാൻ, ഉൾക്കൊള്ളാൻ, പിൻപറ്റാൻ, സ്നേഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി